ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. 2026 ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ മകരം, കുംഭം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കുജൻ ഫെബ്രുവരി 23 വരെ മകരൻ രാശിയിലും ശേഷം കുംഭൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബുധൻ ഫെബ്രുവരി 3 വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമായി സഞ്ചരിക്കുന്നു. ശുക്രൻ ഫെബ്രുവരി 5 വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി മീനൻ രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായി സ്ഥിതി ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഇടവൻ രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ്. ഇടവൻ രാശി കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ആദ്യമായി ഇടവൻ രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇടവൻ രാശിയുടെ അധിപനും 6ാം ഭാവാധിപനുമായ ശുക്രൻ ഫെബ്രുവരി 5 വരെ ഇടവത്തിൻ്റെ 9ാം ഭാവത്തിലും ശേഷം 10ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 9ാം ഭാവം ശുക്രൻ അനുകൂല ഭാവവും 10ാം ഭാവം പ്രതികൂല ഭാവവുമാണ്. രാശ്യാധിപനായ ശുക്രൻ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യപുഷ്ടിയും മനസ്സന്തോഷവും ഉന്മേഷവും നൽകുന്നു. എന്നാൽ ഫെബ്രുവരി 5-ന് ശേഷം അനിഷ്ടഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാം. ശുക്രൻ ജന്മരാശ്യാധിപനായതുകൊണ്ട് അസുഖങ്ങൾ വന്നാലും അത്ര കഠിനമാവുകയില്ല. കൂടാതെ ഇടവൻ രാശിയുടെ ധനഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ശുക്രനെ വീക്ഷിക്കുകയും ചെയ്യുന്നു. മാസത്തിൻ്റെ 2ാം പകുതിയിൽ 4ാം ഭാവാധിപനായ സൂര്യൻ്റെ 10ലേക്കുള്ള സഞ്ചാരശേഷം ആരോഗ്യം പൂർണ്ണമായും തൃപ്തികരമായിരിക്കും. ഇനി കർമ്മരംഗത്തെപ്പറ്റി ചിന്തിക്കാം. 10ാം ഭാവാധിപനും കർമ്മകാരകനുമായ ശനി സർവാഭിഷ്ടസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്തെ സർവ്വവിധത്തിലുള്ള ഭാഗ്യങ്ങളും നൽകിക്കൊണ്ടാണ് ശനി അഭീഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. തൊഴിൽ രംഗത്ത് അധികാരങ്ങളും സഹപ്രവർത്തകരുടെ ഇടയിൽ മാന്യതയും വരുമാന വർധനവും ശനി നൽകുന്നു. കൂടാതെ മാസത്തിൻ്റെ 2ാം പകുതിയിൽ കർമ്മഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യനും ബുധനും കർമ്മരംഗത്തെ ഗംഭീരമായ നേട്ടങ്ങളായിരിക്കും നൽകുന്നത്. പുതിയ സ്ഥാനലാഭവും ശത്രുക്കളുടെ പരാജയവും പ്രശംസയും ധനാഗമവും വർദ്ധിക്കും. 7ാം ഭാവാധിപനായ ചൊവ്വ ഉച്ചസ്ഥനായിട്ടാണ് 9ാം ഭാവത്തിൽ ഫെബ്രുവരി 23 വരെ സ്ഥിതി ചെയ്യുന്നത്. 9ാം ഭാവം ചൊവ്വയ്ക്ക് അത്ര അനുകൂല ഭാവമല്ല എങ്കിലും ഉച്ചനായ ചൊവ്വ ഗുണഫലങ്ങൾ തന്നെയായിരിക്കും ബിസിനസ്സുകാർക്ക് നൽകുന്നത്. കൂടാതെ ബിസിനസ് കാരകനായ ബുധൻ കർമ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതും ബിസിനസ് പുരോഗതിയെ വർദ്ധിപ്പിക്കുന്നു. രാശ്യാധിപനായ ശുക്രൻ്റെ കർമ്മഭാവത്തിലെ സ്ഥിതി അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല. എന്നാൽ പ്രമുഖ ഗ്രഹങ്ങളായ വ്യാഴം, ശനി, ബുധൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കർമ്മരംഗത്തെ വലിയ പുരോഗതി നൽകുന്നു. വിദേശ ബിസിനസ്സുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും. ഇനി വിദ്യാഭ്യാസത്തെപ്പറ്റി ചിന്തിക്കാം. 5ാം ഭാവാധിപനായ ബുധൻ്റെ 10ാം ഭാവത്തിലെ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും. കൂടാതെ ബുധന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ലഭിക്കുന്നുണ്ട്. ഇത് ഏത് പഠനത്തിന് ഉദ്ദേശിച്ചാലും നിങ്ങൾക്കത് സാധിച്ചെടുക്കാനും അതിൽ നിന്നും പ്രയോജനമുണ്ടാക്കാനും കഴിയും. സ്കോളർഷിപ്പുകളും പ്രശംസകളും ലഭിക്കുന്ന സമയമാണ്. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സമയം വളരെ അനുകൂലമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് വളരെ ഉയർന്ന നിലയിലുള്ള വിവാഹങ്ങൾ വരും. പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം തീരുമാനമെടുക്കുക. 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതസുഖവും ധനലാഭവും കർമ്മരംഗത്ത് പ്രശസ്തിയും ശത്രുനാശവും വ്യാഴം നൽകുന്നു. നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നു. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കുടുംബത്തിൽ സന്തോഷവും ഭാര്യാപുത്രാദി സുഖവും ബഹുമാന ലാഭവും കർമ്മരംഗത്തെ അധികാരങ്ങൾ നൽകുന്നു. കർമ്മരംഗത്ത് സ്ഥിതി ചെയ്യുന്ന രാഹു കർമ്മഗുണം നൽകും. തൊഴിൽ രംഗത്തെ പ്രശസ്തരാക്കും. അപ്രതീക്ഷിതമായ ധനം കയ്യിൽ വരുത്തും. എന്നാൽ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ടാക്കാം.
പൊതുവെ ഇടവൻ രാശിക്കാർക്ക് 2026 ഫെബ്രുവരി മാസം നല്ല അനുഭവങ്ങളായിരിക്കും നൽകുന്നത്. ഐശ്വര്യവർദ്ധനവിന് വേണ്ടി ദേവീക്ഷേത്ര ദർശനം കൂടി നടത്തുക. ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമവും നടത്തുക. ദിവസവും നാമം ജപിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.